ചേട്ടനെ കാണാൻ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് എന്ത് പറ്റി? വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. അതോ, ചന്ദനത്തടി വ്യാജമായി കടത്തുന്ന ഒരു സംഘവുമായി ചെറുതായിട്ട് നേറ്റുമുട്ടി. അത് സാരമില്ല. ഡിപ്പാർട്ട്മെന്റ് ശമ്പളം പറ്റുന്ന എനിക്ക് എന്റെ കടമ നിർവഹിക്കാൻ പറ്റില്ലല്ലോ. അതിരിക്കട്ടെ, നിനക്ക് എന്താ ഒരു വല്ലായിക? ഒന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാ പറ. ഞാൻ മൂലം എന്റെ ചേട്ടൻ കഷ്ടപ്പെടുന്നു. കഷ്ടപ്പാടോ? പ്ലീസ് ബി സീറ്റഡ്. എന്നെ എന്തിനാണ് വിളിപ്പിച്ചത്? പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ വിചാരിച്ചാൽ. ക്ഷമിക്കണം, നിങ്ങൾ പറയുന്നതോ ഉദ്ദേശിക്കുന്നതോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വേറൊന്നുമില്ല. നിങ്ങൾ എന്റെ ലോറി തടഞ്ഞു വെച്ചു. പക്ഷേ അത് അത്ര ശരിയല്ല. അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഒന്നും വേണ്ട. നിങ്ങൾ എന്റെ പ്രവൃത്തികളിൽ ഇടപെടാതിരുന്നാൽ മതി. ദിസ് ഈസ് ഫോർ യു. ടേക്ക് ഇറ്റ്, പ്ലീസ് ടേക്ക് ഇറ്റ്. പണമോ? എനിക്കോ? ഇത്തരം പണത്തെപ്പറ്റി എനിക്ക് തീരെ മതിപ്പില്ല. മാത്രമല്ല, ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഗവൺമെന്റ് എനിക്ക് ശമ്പളം തരുന്നുണ്ട്. പിന്നെ എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥനാണ് ഞാൻ. എന്റെ ജീവൻ ബലികഴിക്കേണ്ടി വന്നാൽ പോലും ഞാൻ എന്റെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കും. ഡു യു അണ്ടർസ്റ്റാൻഡ്? കുഞ്ഞെ, എന്നെ എതിർത്തവരാരും ഇന്നില്ല. ചിലർ ജയിലിലുണ്ട്. നീ ഞാൻ പറയുന്നത് കേൾക്കൂ. എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അത് എന്നോട് വേണ്ട. Poor boy. നിന്റെ വിധി. ചന്ദ്രഹാസൻ എവിടെ? ചന്ദ്രഹാസനെ പറ്റി ചോദിക്കാൻ നീ ആര്? ഞാനോ?
എവിടെടാ എന്റെ അമ്മയെ പെങ്ങൾ? എടാ ദ്രോഹി, എവിടെടാ എന്റെ അമ്മയും പെങ്ങളും? എന്റെ കുടുംബത്തെ നശിപ്പിച്ച ദുഷ്ട, നിന്നെ ഇപ്പൊ ഞാൻ കൊല്ലും. അമ്മേ, അമ്മ ഇവിടെ എങ്ങനെ വന്നു? പറയൂ അമ്മ ഇവിടെ എങ്ങനെ വന്നു? എന്റെ അനിയത്തി എവിടെ? അത് എല്ലാം പറയാം മോനെ. അത് ഇല്ലമ്മേ, നിങ്ങളെ ജയിലിലയച്ച് ഈ അമ്മയെയും പെങ്ങളെയും ഞങ്ങൾ ആക്രമിക്കുകയായിരുന്നു. വീട് വിട്ട് ഓടിക്കൊണ്ടിരുന്നവരെ ഞങ്ങൾ പിന്തുടർന്നു. അവസാനം അവരെങ്ങനെയോ ഞങ്ങളിൽ നിന്ന് അപ്രത്യക്ഷരായി. അങ്ങനെ ഞാൻ മടങ്ങുമ്പോൾ എന്റെ മോളെവിടെ? മോനെ, മോനെ. മനുഷ്യത്വമില്ലാത്ത മനുഷ്യർ, നീ ഒരു മനുഷ്യനാണ്, നിനക്ക് ഹൃദയമുണ്ട്. നീ ഒരു അമ്മയ്ക്ക് പറഞ്ഞാൽ നിന്റെ അമ്മയായിരുന്നു ഈ പരിസ്ഥിതിയിലെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ശരിയാണ്, എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തില്ല. എന്റെ അമ്മയെ പോലുള്ള ഇവർക്കെങ്കിലും ഞാൻ ഈ സ്ഥിതിയിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മോനെ